നിർണായക ട്രംപ് മോദി കൂടിക്കാഴ്ച പുലർച്ചെ 5-ന് അനധികൃത കുടിയേറ്റം പ്രധാന ചർച്ചാ വിഷയം. ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. ടി.പി. വധക്കേസ് പ്രതികൾ സർക്കാർ അതിഥികളോ? വാരിക്കോരി പരോൾ അനുവദിച്ചു. 3 പേർ 1000 ദിവസത്തിലധികം പുറത്ത്. കൊടിസുനിക്ക് 60 ദിവസം. ടി.പി.യെ കൊന്നതിലുള്ള പ്രത്യുപകാരമെന്ന് കെ രമ. നിയമാനുസൃത പരോളെന്ന് CPM. ആശുപത്രി വിട്ട് ഉമാ തോമസ് MLA ഡിസ്ചാർജ് 46 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം. PT ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ കാത്തതാവാമെന്ന് ഉമാ തോമസ്. കൂടെ നിന്നവർക്ക് നന്ദി. സിനിമാ മേഖലയിൽ എല്ലാം ഓക്കെയല്ല. ജി സുരേഷ് കുമാറിന്റെ എമ്പുരാനെതിരായ പരാമർശത്തിനെതിരെ ആന്റണി പെരുമ്പാവൂർ. സമരം പ്രഖ്യാപിക്കാൻ ആര് ചുമതലപ്പെടുത്തിയെന്ന് ചോദ്യം. ആന്റണിയെ പിന്തുണച്ച താരങ്ങൾ എല്ലാം ഓക്കെയല്ലേ അണ്ണ എന്ന് പൃഥ്വിരാജ്. നേരത്തെ തലേന്ന സാധനം വീണേ 1 2 4 5 6 7 8. ഇവർ വിദ്യാർത്ഥികളോ ക്രിമിനലുകളോ? കോട്ടയം റാഗിങ്ങിൽ വിദ്യാർത്ഥികൾ നേരിട്ടത് കൊടിയ പീഡനം. കോമ്പസിന് കുത്തി ചിരിച്ചു രസിച്ചു. വായിൽ ലോഷൻ ഒഴിച്ചു. കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് SP. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് മർദ്ദനം. റാന്നി റീന കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം. ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പാലക്കാട് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവും പെൺസുഹൃത്തും അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ 13-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അമ്മയും സുഹൃത്തും അറസ്റ്റിൽ. വഖഫ് JPC റിപ്പോർട്ട് പാർലമെന്റിൽ. പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. Honorable Minister has, Leader of the Opposition, in categorical terms stated that no part of dissent or any input by a member has been deleted. ആദായ നികുതി ബിൽ അവതരിപ്പിച്ച് ധനമന്ത്രി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ശുപാർശ. കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചു. 31 പേർക്ക് പരിക്കേറ്റു. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത്. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തുകയും തുടർന്ന് 2 ആനകളും വിരണ്ടോടുകയുമായിരുന്നു. പിന്നീട് ആനകളെ തളച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുകയാണ്. ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ പിന്നീട് തളച്ചതോടുകൂടിയാണ് ഈ ആശങ്ക ഒഴിവായത്. അപ്പോഴും 3 മരണം സംഭവിച്ചിരിക്കുകയാണ്. 31ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ ഏതാണ്ട് 7 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അനീഷ് ചേരുന്നു നമുക്കൊപ്പം. അനീഷ്, 3 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ പരിക്കേറ്റവരുടെ നില ചിലരുടേത് ഗുരുതരമാണ് എന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? തന്നെ അവിടെ പൂർണ്ണമായും സേവനത്തിനൊരുങ്ങിക്കൊണ്ട് തയ്യാറെടുത്ത് ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ എല്ലാവരും പ്രിൻസിപ്പാളും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള വലിയ ടീം എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. ക്ഷേത്ര പരിസരമെല്ലാം ഇപ്പം ഒരു ശ്മശാന മുഖതയിൽ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും രേണുക, അങ്ങേയറ്റം ദാരുണമായൊരു അപകടമാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്സവത്തിനിടെ 2 ആനകളാണ് ഇടിഞ്ഞത്. ഒരു ആന മറ്റൊരാനയെ കുത്തുകയും അക്രമാസക്തമായ ആനകൾ വിരണ്ടോടുകയും ഇതോടെ ജനങ്ങൾ അവിടെ തടിച്ചു കൂടുന്നവർ 4 ഭാഗത്തേക്കും ഓടുകയുമായിരുന്നു. നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇതിനകം തന്നെ മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു മൃതശരീരം
മൈത്ര ഹോസ്പിറ്റൽ എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം മാറ്റും. 24 പേരെയാണ് ഇതിനകം പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി അടക്കം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞ ആളുകളെയാണ്. ജമീല MLA വ്യക്തമാക്കിയത് അവർക്ക് സ്കാനിങ്ങും മറ്റ് എക്സ്റേ അടക്കമുള്ള പരിശോധനകൾക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായ വിധമാണ് അവരുടെ ആരോഗ്യനിലയിലുള്ളത്. അതുകൊണ്ട് ആശങ്കാജനകമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആരുമില്ല എന്നറിയുന്നു. എന്തായാലും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളടക്കം പ്രവേശിപ്പിച്ച ആളുകളെല്ലാം പരിക്ക് പറ്റിയവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പളും സൂപ്രണ്ടും അടക്കമുള്ള ആളുകളും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കമുള്ളവരുടെ സാന്നിധ്യവും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. എന്തായാലും എന്താണ് ഉത്സവപ്പറമ്പിൽ നടന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളൊക്കെ പിന്നെ നടക്കും എന്നാണ് നേരത്തെ അനീഷ് ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നുവല്ലോ. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവിടെ പലതരത്തിൽ ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആന ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം ഇടിച്ചിട്ടിരുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ പെട്ടവരാണ് മരണമടഞ്ഞത് എന്ന വിവരമുണ്ട്. അവിടെ ഉണ്ടായിരുന്നവർക്കാണ് കൂടുതൽ പരിക്കേറ്റതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ അപകടത്തിൽപ്പെട്ടവരെയാണോ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്? ഈ രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ ആന ഇടിഞ്ഞതോടുകൂടി പരിഭ്രാന്തരായ ജനം ഈ ക്ഷേത്രോത്സവ പറമ്പിലൂടെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് തരത്തിലും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ച രണ്ട് സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ എത്തിച്ചവർക്ക് ഈ ജനക്കൂട്ടത്തിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ടതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പുരുഷനുണ്ടായിരുന്നു മരിച്ച, അദ്ദേഹത്തെ മൈത്ര ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിനും ഇത്തരത്തിലാണ്. നേരത്തെ ഈ കാനത്തിൽ ജമീൽ MLA അടക്കമുള്ളവർ പറഞ്ഞത് ഏത് തരത്തിലാണ് കൃത്യമായ ഈ ഒരു അപകടം നടന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അതിനുശേഷം CPM മുൻ ജില്ലാ സെക്രട്ടറി P. മോഹൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീണല്ല അവർ മരിച്ചത്, കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സംഭവം ഉണ്ടായി, പക്ഷേ അത് അല്ല മരണത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും മണിക്കൂറുകളിലേ ഉണ്ടാവുള്ളൂ. നിലവിൽ ഈ വിവിധ ആശുപത്രികളായി പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്നതിനാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാവും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. MLA അടക്കമുള്ള ആളുകൾ നിലവിൽ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഒരു വ്യക്തത അപകടത്തെക്കുറിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ അടിയന്തരമായ ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനെക്കുറിച്ച്, അവരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സ നൽകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അധികൃതർ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പരിക്ക് പറ്റിയവരെയും മരിച്ചവരെയും ഒക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തിക്കുന്നതോടെ വിദഗ്ധമായ സൗകര്യങ്ങൾ ഇതിനകം MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. വിവിധ ആശുപത്രികളിലായി പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. 31 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രി മുതൽ വിവിധ ആശുപത്രികളിൽ എത്തിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ആന ഇടഞ്ഞത് എന്ന വാർത്ത കണ്ട് പരിഭ്രാന്തരായി ഓടി അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരുണ്ട്. മറ്റൊന്ന് ഈ തകർന്ന ദേവസ്വം ഓഫീസിന്റെ അവശിഷ്ടങ്ങൾ. ഈ ഒരാന മറ്റൊരാനയെ കുത്തുകയും അങ്ങനെ ആ ആന ചെന്ന് ഇടിച്ച് ഈ ദേവസ്വം ഓഫീസിന്റെ ഒരു ഭാഗം തകരുകയും ചെയ്തു. ആ ഓഫീസിനുള്ളിലും പുറത്തുമൊക്കെ ആളുകൾ ഈ നടക്കുന്ന ഉത്സവത്തിന്റെ ചടങ്ങുകൾ കാണാനായി തടിച്ചുകൂടിയവർ ഉണ്ടായിരുന്നു. അവർക്ക് മുകളിലേക്ക് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണാണ് വലിയ ഗുരുതരമായ പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെയും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ MS അനീഷ് കുമാർ അവിടെ നിന്ന് വീണ്ടും ചേരുകയാണ്. അനീഷ്, ഈ പരിക്കേറ്റവർക്ക് തുടർ ചികിത്സകൾ ഉറപ്പാക്കാൻ, അതും വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ഉറപ്പാക്കാനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്? MLA ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു എന്ന് അനീഷ് പറഞ്ഞു. ആരൊക്കെ അവിടേക്ക് എത്തുന്നു? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇതിനോടകം എടുത്തിട്ടുള്ളത്? ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പാൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും ബന്ധപ്പെട്ട് മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. എക്സ്റേ എടുക്കേണ്ട ആളുകൾക്കെല്ലാം തന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്യേണ്ട ആളുകൾക്ക് സ്കാൻ ചെയ്തിട്ടുണ്ട്. വാർഡിലേക്ക് മാറ്റേണ്ട ആളുകളെ പെട്ടെന്ന് തന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. 24 പേരാണ്. അതിലൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയടക്കം IMCHലാണ് ആ കുട്ടിയുള്ളത്. വലിയ പരിക്കില്ല, ആർക്കും വലിയ പരിക്കില്ല.
ഒരു ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള പരുക്കങ്ങൊന്നുമില്ല. ചതവ് ഒടിവ് എല്ലാം തന്നെ ഉള്ളതാണ്. അത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും ഉള്ളത്. ഒന്ന് ആനയെ കാണുമ്പോൾ എല്ലാവരും ചിതറി ഓടിയിട്ട് പരസ്പരം മുട്ടിപ്പോയിട്ടുള്ളവരുണ്ട്, വീണിട്ടുള്ളവരുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുള്ള പരുക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രശ്നമൊന്നുമുള്ള ആരുമില്ല. 3 ഡെത്താണ് കൺഫേം ആയിട്ടുള്ളത്. 2 പേര് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട്. ഒരാളെ മൈത്രയിലാണ് ഉള്ളത്. മൈത്രയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മരിച്ചത് അവിടെ പഴയ കെട്ടിടമായിരുന്നു. ഒരാന മറ്റേ ആനേനെ കുത്തിയതാണ്. അപ്പം മുമ്പിലുള്ള ആന ഓടി ആ ബിൽഡിങ്ങിനെ ആണ് തട്ടിയിട്ടുള്ളത്. ബിൽഡിംഗ് പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് പൊളിഞ്ഞു വീണപ്പോൾ അതിനുള്ളിൽ പെട്ടിട്ടുള്ള ആളുകളുമുണ്ട്. അങ്ങനെ പെട്ടിട്ട് അതിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേ അറിയുള്ളൂ. ചെറിയൊരു സംശയം ആന ചവിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ സമയത്ത് എന്താണെന്നുള്ള അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ശരിക്കറിയാൻ പറ്റും. അതാണ് അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടം നടന്നതിനെക്കുറിച്ചും എന്നാണ് കാനത്തിൽ ജമീല MLA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആശ്വാസമുള്ള കാര്യം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ഒരു ആരോഗ്യനില അത് തൃപ്തികരമാണ് എന്നതാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിയടക്കം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആ കുട്ടിയുടെ അടക്കം ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് ഈ എക്സ്റേ എടുക്കുന്നതിനും മറ്റേ സ്കാനിങ് അടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനുമൊക്കെ സ്വന്തം നിലയിൽ പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. ഈ മരിച്ച 3 പേർക്കപ്പുറം ആരുടെയും ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയിൽ ഇല്ല എന്നാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും വളരെ മികച്ച സജ്ജീകരണങ്ങൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായ ആളുകളൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, മറ്റ് കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ അന്വേഷണം പിന്നീട് നടക്കും. ഒപ്പം ഈ മരിച്ച ആളുകൾ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ആണ് എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് നേരത്തെ MLA പറഞ്ഞത്. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാലേ അറിയാൻ കഴിയൂ എന്നാണ് ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ ആശുപത്രിയിലേക്കൊക്കെ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ഒരു VIP വാഹനം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രിമാർ ആരെങ്കിലും എത്തുന്നുണ്ടോ? ഈ ചികിത്സ സംബന്ധിച്ച എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആശ്വാസകരമാണ് അനീഷ് പറഞ്ഞ കാനത്തിൽ ജമീല പങ്കുവെച്ച ആ വിവരം. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ മരിച്ച ആളുകൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചത് അത് ഈ ആനയുടെ ആക്രമണത്തിലാണോ, ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണാണോ, അതോ ഈ തിക്കിലും തിരക്കിലും പെട്ടാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ അനീഷ്? അവിടെ നിന്ന് അനീഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മാത്രവുമല്ല, പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ MLA ഉൾപ്പെടെ നമുക്ക് നൽകുന്ന വിവരം. അത് വളരെ ആശ്വാസകരമാണ്. 31 പേർക്ക് പരിക്ക്, 7 പേരുടെ നില ഗുരുതരം എന്ന തരത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യമില്ല, ആ ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പരിക്കേറ്റവർക്ക്, കൈക്ക് ഒടിവേറ്റവർ, കാലിന് ഒടിവേറ്റവർ, അങ്ങനെയൊക്കെയുള്ള പരിക്കുകൾ ഉള്ളവരുണ്ട്. പക്ഷെ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് MLA പറയുന്നത്. 31 പേർ ചികിത്സയിലുണ്ട്. അതിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കുട്ടി ഉൾപ്പെടെ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് MLA അറിയിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ എഴുന്നള്ളിപ്പിന്റെ സമയത്താണ് ഈ അപകടമുണ്ടാകുന്നത്. സ്ക്രീനിൽ നമുക്ക് ഒരു ഭാഗത്ത് കാണാം ആനകൾ. ഒരാന മറ്റൊരാനയെ കുത്തി, ആ ആന മറ്റൊരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് ഇടിച്ച്, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. കതിന പൊട്ടിയ സൗണ്ട് കേട്ടിട്ടാണ് ഈ പീതാംബരൻ എന്ന ആന അടുത്ത് നിന്ന ഗോകുൽ എന്ന ആനയെ കുത്തുന്നത്. ആ ആന പരിഭ്രാന്തിയോടെ ആ കെട്ടിടത്തിൽ ഇടിച്ച് ആ കെട്ടിടത്തിന്റെ ഭാഗം പൊളിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ ദേവസ്വം ഓഫീസിന്റെ ഭാഗത്ത് പ്രായം ചെന്നവരൊക്കെ കസേരയിട്ട് അവിടെ നടക്കുന്ന ചടങ്ങുകൾ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനുള്ളിലും ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾ വീണത് ഇവരുടെ ദേഹത്തേക്കാണ്. അങ്ങനെ അവിടെ നിന്നവർക്കാണ് പരിക്കേറ്റത്. ഈ മരിച്ച 3 പേരും ആ ദേവസ്വം ഓഫീസിന്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആന വിരണ്ടോടിയപ്പോൾ ഓടി
അങ്ങനെ മരിച്ചു എന്നും പറയുന്നു. അതിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഈ വിരണ്ട ആന പിന്നീട് 2 ഭാഗത്തേക്കായി ഓടുകയായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ആന വിരണ്ടു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ആളുകൾ പരിഭ്രാന്തരായി പല വഴിക്ക് ഓടി. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. MS അനീഷ് കുമാർ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലായി പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. 31 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എഴുന്നള്ളത്തിന്റെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കതിന പൊട്ടിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ആന ഇടയുന്നത് എന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന പലരും നമ്മളോട് പങ്കുവെക്കുന്ന വിവരം. ആന തകർത്ത ദേവസ്വം ഓഫീസിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ ദേഹത്ത് വീണ് ആണ് ഈ മരിച്ച 2 പേർ ലീലയും അമ്മുക്കുട്ടിയും മരിച്ചതെന്ന വിവരമുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഓഫീസിന് സമീപം കസേരയിൽ ഇരിക്കുകയായിരുന്നു ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണ് തന്നെ ആകാം ഇവർക്ക് പരിക്കേറ്റതെന്നാണ് കരുതുന്നത്. നേരത്തെ തന്നെ ഈ പീതാംബരൻ എന്ന ആന ഇത്തരം അക്രമ സ്വഭാവങ്ങൾ കാട്ടിയിട്ടുണ്ട്. എഴുന്നള്ളത്തിനും മറ്റ് ഉത്സവ പരിപാടികൾക്കും എത്തിച്ചിട്ടുണ്ടപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയുള്ള ആനയാണ് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും വ്യക്തത വരിക. MS അനീഷ് കുമാർ വീണ്ടും ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില അങ്ങേയറ്റം തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. 24 പേരാണ് ഇതിനകം ആശുപത്രിയിൽ എത്തിച്ചത്. നേരത്തെ അപകടത്തിൽ അല്ലെങ്കിൽ ഈ ആനയുടെ ആക്രമണത്തിൽ മരിച്ച 2 പേരുടെ മൃതശരീരങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു. ഇതിനുശേഷം 3ാമത് ഒരാൾ മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം മൈത്ര ഹോസ്പിറ്റൽ എന്ന സമീപത്തിനുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. ആ മൃതദേഹം കൂടി അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ 10 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഈ കുട്ടിയുടെ അടക്കം എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അതീവ ഗുരുതരമായ ഒരു നിലയിലേക്ക് ആരും ഇല്ല. അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമാണ്. ആദ്യഘട്ടത്തിൽ ഒരു വലിയ തിക്കുംതിരക്കുണ്ടാവുകയും ആ കെട്ടിടം മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തപ്പോൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുമെന്നൊക്കെ ഒരു വലിയ ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ 3 ജീവനുകൾ നഷ്ടമായി. അതിനപ്പുറം മറ്റു ഗുരുതരമായ പരിക്കുകളോടെ ഈ പ്രവേശിപ്പിച്ചവരിൽ ആരുമില്ല എന്നറിയാൻ കഴിയുന്നു. അവരുടെ ഈ വൈറ്റൽ ടെസ്റ്റുകൾ, അതായത് എക്സ്റേ എടുക്കുക, സ്കാനിങ് എടുക്കുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. കൈ ഒടിഞ്ഞവരും അങ്ങനെ കാലൊടിഞ്ഞ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകളില്ല. സ്ഥലം MLA അടക്കമുള്ളവർ അകത്ത് കയറി രോഗികളെ കണ്ട ശേഷമാണ്, അപകടത്തിൽപ്പെട്ടവരെ കണ്ട ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് ഉചിതമായ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. പ്രിൻസിപ്പളും സൂപ്രണ്ട് അടക്കമുള്ള മറ്റ് വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അപകടത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് പരിശോധിക്കാം എന്നാണ് MLA അടക്കം വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക, കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നീ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. നിലവിൽ പുതിയ ആളുകളെ ആരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ശരി, ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. പരിക്കേറ്റ് അവിടെ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല എന്നത്. അപ്പോഴും 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾക്കിടെ ഇത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. മറ്റു വാർത്തകളിലേക്ക്. ആനയും കടുവയും മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ വനം മന്ത്രിക്ക് ഒരു കൂസലുമില്ല. ഇതൊക്കെ വാഹനാപകടം പോലെ എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് എന്നതാണ് മന്ത്രിയുടെ നിലപാട്. പല മരണങ്ങളും കാട്ടിൽ കയറിയത് കൊണ്ടാണെന്ന് ഇതിനു മുൻപ് മന്ത്രി പറഞ്ഞിരുന്നു. പണി അറിയില്ലെങ്കിൽ രാജിവെച്ചു പോകണമെന്ന് കത്തോലിക്ക സഭാ ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനിയേൽ തിരിച്ചടിച്ചു. ഇടുക്കി പെരുവന്താനത്തെ സോഫിയ, വയനാട് നൂൽപ്പുഴയിലെ മാനു, അട്ടമലയിലെ ബാലൻ, കാട്ടാന ആക്രമണങ്ങളിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടവരാണിവർ. നാളെ ആര് എന്ന ആശങ്കയോടെ മലയോര ജനത ഭീതിയിൽ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസമോ ആത്മവിശ്വാസമോ നൽകുന്ന ഒരു പ്രസ്താവന പോലും വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. നൂൽപ്പുഴയിലെ മാനു കൊല്ലപ്പെട്ടപ്പോൾ വന്യജീവി ആക്രമണം നടന്നത് എവിടെയാണെന്ന് പരിശോധിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. അട്ടമലയിലെ ബാലനെ പ്രതിയാക്കുന്ന തരത്തിലായിരുന്നു വനം വകുപ്പിന്റെ വാർത്താക്കുറിപ്പ്. ബന്ധുക്കളെ കാണാൻ പോയ ബാലകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നെന്നും മദ്യത്തിന്റെ മണം കാട്ടാനയ്ക്ക് വേഗം അറിയാമെന്നുമാണ് വാദം.
വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമെന്ന ഒന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാവില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന വിചിത്രമായ താരതമ്യവും. ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും? കാരണം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ പറയാൻ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? വിഷയം ആയുധമാക്കിയ പ്രതിപക്ഷം കൊല്ലപ്പെട്ടവരെ വനം മന്ത്രി അവഹേളിക്കുകയാണെന്ന് വിമർശിച്ചു. അപ്പൊ വനത്തിലേക്ക് അതിക്രമിച്ച് കടന്നവരെ അല്ല ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റായ രീതിയിൽ ഈ മരിച്ചവരെ അധിക്ഷേപിക്കുന്ന കൂടിയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രിയും. മദ്യപിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത്. മദ്യപിച്ച് പോയവരൊക്കെ ആന ചവിട്ടിക്കൊല്ലോ, മദ്യപിച്ച് പോയവരൊക്കെ ആന ചവിട്ടിക്കൊല്ലോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയാണ്. കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം മന്ത്രി ഏറ്റെടുക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ആവശ്യപ്പെട്ടു. വന്യജീവി ഭീതിയിൽ കഴിയുന്ന മലയോര ജനതയും മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുകയാണ്. മലയോരങ്ങളിൽ ജീവിക്കുന്ന കാർഷിക മേഖലയിലായിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? നഗരത്തിലുള്ളവർക്ക് മാത്രമേ ജീവിക്കാനുള്ള അവകാശമുള്ളോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. വനംവകുപ്പ് മന്ത്രി രാജിവെക്കണം. അയാളെ ഒരു സ്ത്രീയെ കടുവ കൊന്ന സമയത്ത് മദ്യവെച്ചിട്ട് സ്റ്റേജിൽ കയറി പാട്ടുപാടി നടക്കേന്. ഇങ്ങനത്തെ മന്ത്രിയാണ് നമുക്കുള്ളത്. എന്നാൽ താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്ന് പറഞ്ഞ മന്ത്രി ആവശ്യം തള്ളി. രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ആ അഭിപ്രായത്തോട് ഗവൺമെന്റിന് യോജിപ്പില്ല. ഈ വന്യജീവി ആക്രമണം എന്നുള്ളത് മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു ഗൗരവമായ പ്രശ്നമാണ്. അതിന് അർഹമായ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വനം വകുപ്പ് ഇന്നലെ തന്നെ ചില പ്രത്യേക സംവിധാനങ്ങൾ ഈ വന്യജീവി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനംവകുപ്പ്. പടയപ്പ മദപ്പാടിലാണെന്ന് മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. പടയപ്പയുടെ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി ഡിൽജയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. മൂന്നാർ മറയൂർ റോഡിൽ വാഗുവരയ്ക്ക് സമീപം ഇരുചക്രവാഹന യാത്രികരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം. ഇതിനു പിന്നാലെയാണ് വനം വകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനം വകുപ്പിന്റെ ശ്രമം. പടയപ്പ മദപ്പാടിലാണെന്ന് മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അപകടപരമായ ലെയിൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടോട്ട് ചെല്ലും. ഇവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത് തന്നെ ആയിരിക്കാം ഇതിന് കാരണം. 5 പേരടങ്ങുന്ന സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും. പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ വർഷവും ആന മദപ്പാടിന്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെ അടക്കം പാഞ്ഞടുത്തിരുന്നു. ന്യൂസ് 18 ഇടുക്കി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സ ഉറപ്പാക്കാനുള്ള ദൌത്യം നാളെ തുടങ്ങും. ഇതിനായി ഡോക്ടർ അരുൺ സക്കറിയ നാളെ രാവിലെ അതിരപ്പള്ളിയിലെത്തും. ആനയെ വേഗത്തിൽ പിടികൂടി ചികിത്സ ഉറപ്പാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വെറ്റിലപ്പാറ 15-ൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആന വാടാമുറിയിലേക്ക് നീങ്ങി. ഇടവേള. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനമന്ത്രി രാജിവെക്കണമെന്നാവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ്
റെമിജിയോസ് ഇഞ്ചനാനിയിൽ വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി AK ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. താമരശ്ശേരി, ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളോട് LDF കൺവീനർ അകലം പാലിച്ചു. മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും അത് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും TP രാമകൃഷ്ണൻ. വനമന്ത്രിയെ വഴിയിൽ തടഞ്ഞ കേസിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിൽ. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിലിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പുതറ പോലീസ്. രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അല്പസമയത്തിനകം സമാപിക്കും. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ആവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. കയ്യിൽ വിഷക്കുപ്പിയുമായി പാതിരസം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാ ശ്രമം. മണൽവയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരുക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരുക്കേറ്റത്. വാർത്തകൾ തുടരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് ബിരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിന് കഴിയാത്തതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വന്നാലും പ്രശ്നപരിഹാരമാകില്ല എന്നതായിരുന്നു പല വിശകലനങ്ങളിലും കണ്ടത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതികരണങ്ങൾ എന്താണ്? മെയ്തൈ, കുക്കി വിഭാഗങ്ങളുടെ ഈ വാർത്തയോടുള്ള പ്രതികരണം എന്താണ്? രേണുക, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായും 2 കാരണങ്ങളാണ്. രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് ബിരേൻ സിംഗിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാ വിഭാഗത്തിന്റെയും BJP MLA-മാരുടെ അടക്കം സമവായം കണ്ടെത്തി ഒരു നേതാവിനെ തീരുമാനിക്കാൻ BJP കേന്ദ്ര നേതൃത്വം പരാജയപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തെ സാങ്കേതിക കാരണം മണിപ്പൂർ നിയമസഭ 6 മാസത്തിനുള്ളിൽ സമ്മേളിക്കണം എന്നാണ് വ്യവസ്ഥ. മണിപ്പൂർ നിയമസഭ സമ്മേളിച്ചിട്ട് ഫെബ്രുവരി 12-ന് ഇന്നലെ 6 മാസം തികഞ്ഞു. ഇതാണ് സാങ്കേതിക കാരണം. ഈ രാഷ്ട്രീയ കാരണവും സാങ്കേതിക കാരണവുമാണ് പ്രധാനമായും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള കാരണം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമ്പോഴും മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിടാതെ മരവിപ്പിക്കൽ തീരുമാനം തുടരുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മണിപ്പൂർ നിയമസഭയ്ക്ക് ഇനിയും 2 വർഷം കൂടി 2027 മാർച്ച് മാസം വരെയാണ് കാലാവധി ഉള്ളത്. ഈ സമയത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ പിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ BJPക്ക് സ്വാഭാവികമായും തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. കുക്കി വിഭാഗം പൂർണ്ണമായും BJP സർക്കാരിന് എതിരായ നിലപാടിൽ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുക്കി വിഭാഗത്തിന് പ്രാതിനിധ്യമുള്ള പാർട്ടികളടക്കം നേരത്തെ BJPക്ക് പ്രഖ്യാപിച്ചിരുന്ന പിന്തുണ പിൻവലിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മെയ്തൈ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ BJPയിലെ ബിരേൻ സിംഗ് സർക്കാരിനോടുള്ള കടുത്ത വിയോജിപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ അടക്കമുള്ള പശ്ചാത്തലവും കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് BJPക്ക് തിരിച്ചടിയാവും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് BJP കേന്ദ്ര നേതൃത്വം പിൻവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ഇരു വിഭാഗങ്ങളെയും സമവായത്തിലൂടെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താനുള്ള സാവകാശം ലഭിക്കും. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ കലാപാന്തരീക്ഷത്തിന് ഒരു പരിധിവരെയും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുക. അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സർക്കാരിന്റെ കാലാവധി 2 വർഷം കൂടി നീട്ടിയെടുക്കാൻ കഴിയും. ആ 2 വർഷം കൂടി BJP ഭരണത്തിലേക്ക് അവിടെ തുടരാൻ കഴിയും. കാരണം 60 അംഗ നിയമസഭയിൽ
നിലയിൽ 38 അംഗം BJPക്ക് മാത്രമുണ്ട്. JDUവിന്റെ 6 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. സ്വതന്ത്രന്മാരുടെ 3 പേരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ അങ്ങനെ ഒരു അംഗങ്ങളുടെ തരത്തിൽ ഭീഷണിയില്ല. പക്ഷേ BJPയിലെ ഒരു വിഭാഗം MLA-മാർ ബിരേൻ സിംഗ് ആണ് മുഖ്യമന്ത്രിയെങ്കിൽ കോൺഗ്രസ് 5 MLA-മാർ മാത്രമുള്ള കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും മറ്റ് പ്രധാനപ്പെട്ട ചെറുകിട പാർട്ടികളെല്ലാം തന്നെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കലാപം രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പോലും ബിരേൻ സിംഗിനെതിരെ അതിരൂക്ഷമായ രീതിയിലേക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം BJPക്കുള്ളിലും ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടായിരുന്നു BJP കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവസാനം BJPയിൽ നിന്ന് കുക്കി വിഭാഗക്കാരായ 8 MLA-മാരടക്കം അവർ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും, BJPക്കെതിരായി വോട്ട് ചെയ്യും എന്നുള്ള ഭീഷണി മുഴക്കിയതോടുകൂടിയാണ് ബിരേൻ സിംഗിനെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രത്യേകമായി ചർച്ച നടത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചത്. രാജിക്ക് പകരം മറ്റൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇപ്പോഴും BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് തന്ത്രപരമായ ഒരു നിലപാടെന്ന നിലയ്ക്ക് മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ച് നിർത്തുക, അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, അതിനുശേഷം പിന്നീട് അവിടുത്തെ ഗവർണർ സ്ഥാനത്തേക്ക് നിൽക്കുന്നത് BJPയുടെ വിശ്വസ്തനായ അജയ്കുമാർ ഭല്ലയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഏത് രാഷ്ട്രീയ തീരുമാനവും നടപ്പിലെടുക്കാൻ കഴിയും. അനുകൂലമായ ഒരു സാഹചര്യം വന്നാൽ അവിടെ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് BJP ഭരണം തുടരുക. ഈ തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം BJP കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ആർ കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വഖഫ് JPC റിപ്പോർട്ട് പാർലമെന്റിൽ. ബിൽ ജനാധിപത്യ വിരുദ്ധമെന്നും തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിയോജനക്കുറിപ്പ് റിപ്പോർട്ടിനൊപ്പം വയ്ക്കാത്തതിനെയും രാജ്യസഭയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്തു. വിയോജനക്കുറിപ്പോടെയാണ് ബിൽ ലോക്സഭയിൽ വെച്ചത്. അതിനിടെ ആദായ നികുതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ധനമന്ത്രി ശുപാർശ ചെയ്തു. നികുതി ഘടന ലഘുവാക്കിയതായി ധനമന്ത്രി പറഞ്ഞു. മോദി ട്രംപ് കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കി ലോകം. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിൽ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി കൂടിക്കാഴ്ച നടത്തി. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൌസിലെത്തുന്ന 4ാമത്തെ ലോക നേതാവ്. ട്രംപിന്റെ 2ാം വരവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ US സന്ദർശനം. സവിശേഷതകൾ ഏറെയുള്ള ദ്വിദിന സന്ദർശനത്തിന് ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ മോദിക്ക് ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. ബ്ലെയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാർ എത്തി. നാളെ ലോകമുറ്റുനോക്കുന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ചർച്ചയാകുമെന്നാണ് ആകാംക്ഷ. കയ്യാമം വച്ച് കാലിൽ ചങ്ങലയിട്ട സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയത്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം. പ്രതിരോധ രംഗത്തെ സഹകരണം. ക്വാഡ് ഉച്ചകോടി. രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക കാര്യങ്ങളിൽ ചർച്ചയാക്കാൻ ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. 104 അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ US സ്വീകരിച്ച സമീപനത്തിൽ വിയോജിപ്പും പ്രതിഷേധവും ഇന്ത്യയിൽ ശക്തമാണ്. ഈ ആശങ്ക മോദി പങ്കുവയ്ക്കുമോ? 2ാം ഘട്ടത്തിൽ നാടുകടത്തുന്നവരോട് US-ന്റെ സമീപനം മൃദുലമാക്കാൻ കൂടിക്കാഴ്ചയിലൂടെ കഴിയുമോ? ഇറക്കുമതി നികുതിയിൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പിന്നാലെ ഉന്നം ബ്രിക്സ് രാജ്യങ്ങളാണെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നികുതി ചുമത്തലിൽ ഇന്ത്യയുടെ ആശങ്ക അകറ്റാൻ സാധിക്കുമോ മോദിക്ക്? അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതടക്കം പ്രതിരോധ വിഷയങ്ങളിലെ സഹകരണവും വിപുലമാക്കും. പകുതി വഴിയിൽ നിന്ന് പോയ ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് പ്രതീക്ഷ നൽകുന്നതാണ് എലോൺ മസ്കുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകൾ. ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീരുവയിൽ ഇളവ് നൽകണമെന്ന് കഴിഞ്ഞ വർഷം ടെസ്ല കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വർഷം അവസാനം ഇന്ത്യയിൽ ചേരുന്ന ക്വാഡ് ഉച്ചകോടിയിലേക്ക് ട്രംപിനെ മോദി ഔദ്യോഗികമായി ക്ഷണിക്കും. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേറ്റ തുൾസി ഗബാർഡുമായി മോദി കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് സൗഹൃദം ഏതൊക്കെ രീതിയിൽ മുതൽക്കൂട്ടാക്കാൻ കഴിയുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇരു രാജ്യങ്ങളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള കൂടി.
വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനമന്ത്രി രാജിവെക്കണമെന്നാവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. താമരശ്ശേരി, ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളോട് LDF കൺവീനർ അകലം പാലിച്ചു. മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും അത് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും TP രാമകൃഷ്ണൻ. വനമന്ത്രിയെ വഴിയിൽ തടഞ്ഞ കേസിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിൽ. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിലിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പുതറ പോലീസ്. രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അല്പസമയത്തിനകം സമാപിക്കും. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ആവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. കയ്യിൽ വിഷക്കുപ്പിയുമായി പാതിരസം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാശ്രമം. മണൽവയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരുക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരുക്കേറ്റത്. കഴിഞ്ഞ രാത്രി മൂന്നാർ വകുവരി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. മറയൂരിലേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഡിൽജയും മകനും. സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായുള്ള പോരിൽ സ്തംഭിച്ച് നിയമസഭ. വാക്കൌട്ട് പ്രസംഗം നീണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് സ്പീക്കർ ഇടപെട്ട വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. 3 പേർ മരിച്ചു, 31 പേർക്ക് പരിക്കേറ്റു. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത്. അവിടെ അപകടം നടന്ന സ്ഥലത്ത് നിന്നുമുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന വിരണ്ടോടുമ്പോൾ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു, അലറി വിളിച്ചുകൊണ്ട് ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും ആനയുടെ പുറത്തിരുന്ന ആളുകൾ പോലും സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ആനയുടെ പുറത്തായി ഏതാണ്ട് 4 പേരോളം ഉണ്ടായിരുന്നു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങളിലും നമുക്ക് കാണാം അയാൾ വളരെ സേഫായി അതിനകത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ കെട്ടിടം പൊളിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ വീണൊക്കെയാണ് ആളുകൾക്ക് മരണം സംഭവിച്ചത്. ഈ പരിഭ്രാന്തരായി ഓടിയ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടുമൊക്കെയാണ് അപകടമുണ്ടായിട്ടുള്ളത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ആരോഗ്യനില സംബന്ധിച്ചുമൊക്കെ, ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്?
രേണുക, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആനയുടെ പുറത്തു നിന്നുള്ള ആളുകൾ പോലും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആന ആ കെട്ടിടം തകർത്തപ്പോൾ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടാണ് കൂടുതൽ ആളുകൾ മരിച്ചത്. ഈ 3 പേരും മരിച്ചതെന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ഏത് രീതിയിലാണ് മരണം സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വ്യക്തമാവൂ എന്നാണ് പറയുന്നത്. നേരത്തെ ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പലർക്കും ഈ ഒടിവ്, ചതവുകൾ എന്നിവയൊക്കെയാണുള്ളത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ കാലുകൾ ഒടിഞ്ഞ അവസ്ഥയിലും മറ്റുമൊക്കെയാണ്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു, 10 വയസ്സുള്ള കുട്ടി. അതിന് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേർക്ക് ഇതിൽ സാരമായ പരുക്കൾ, അത് അതീവ ഗുരുതരാവസ്ഥയിൽ അല്ലെങ്കിലും സാരമായ പരുക്കൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കാലിലാണ് ഈ 2 ആളുകൾക്കും പരുക്കുള്ളത്. വിദഗ്ധ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമന്ത്രി നേരത്തെ വിളിച്ചിരുന്നു. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ രാവിലെ തന്നെ ആരംഭിക്കും. ഇതിനായുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. 8 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ കൈക്കൊള്ളും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 പേരെ ഇതിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവരെ ബ്ലാക്ക് ഏരിയയിലാണ് പ്രവേശിപ്പിച്ചത്. അല്പസമയത്തിനകം മോർച്ചറിയിലേക്ക് മാറ്റും. മൈത്ര ആശുപത്രി എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ച ആ പുരുഷനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയും അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ മൃതശരീരവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഈ ഗുരുതരമായി പരിക്ക് പറ്റിയവരെ റെഡ് സോണിലും മറ്റുള്ള മരിച്ച ആളുകളെ ബ്ലാക്ക് സോണിലും മറ്റ് ആളുകളെ വാർഡുകളിലേക്കും ഒക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആരുടെയും നില അതീവ ഗുരുതരമല്ല. പരിക്കുകളുള്ള ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ജീവന്റെ ഒരു അപകടമുള്ള സ്ഥിതി ഇപ്പോൾ നിലവിൽ ഇല്ല. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ആന വിരണ്ടോടുന്നതിന്റെ, അവയും പരിഭ്രാന്തരായി ഓടുന്നതാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. ആനയുടെ പുറത്തുള്ള ആളും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ആന ഇടഞ്ഞു എന്ന വാർത്ത പരന്നതോടുകൂടി ആളുകൾ വളരെയധികം പരിഭ്രാന്തരായി തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ കാലാവസ്ഥ മാറിയതോടുകൂടി തന്നെ പല ക്ഷേത്രങ്ങളിലും ഈ ഉത്സവത്തിനെത്തിക്കുന്ന ആനകൾ വിരണ്ടോടുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയും മറ്റുമൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? പിന്നെയും എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നത് വലിയ ചോദ്യമായി ഉയരുകയാണ്. എന്തായാലും അവിടെ ഇന്ന് 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരിടവേള കൂടി. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനമന്ത്രി രാജിവെക്കണമെന്നാവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി AK ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. താമരശ്ശേരി, ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളോട് LDF കൺവീനർ അകലം പാലിച്ചു. മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും അത് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും TP രാമകൃഷ്ണൻ. വനമന്ത്രിയെ വഴിയിൽ തടഞ്ഞ കേസിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിൽ. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിലിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പുതറ പോലീസ്.
രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അല്പസമയത്തിനകം സമാപിക്കും. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ആവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. കയ്യിൽ വിഷക്കുപ്പിയുമായി പാതിരസം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാശ്രമം. മണൽവയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരുക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരുക്കേറ്റത്. കഴിഞ്ഞ രാത്രി മൂന്നാർ വകുവരി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. മറയൂരിലേക്ക് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഡിൽജയും മകനും. സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായുള്ള പോരിൽ സ്തംഭിച്ച് നിയമസഭ. വാക്കൌട്ട് പ്രസംഗം നീണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് സ്പീക്കർ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി സഭ നടത്തിക്കൊണ്ടുപോകാമെന്ന് സ്പീക്കർ കരുതേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. തർക്കം ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സഭ സ്തംഭിച്ചത്. ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്യാത്ത ഇടപെടലാണിതെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറച്ചെന്ന് പ്രതിപക്ഷം. 1370 കോടിയുടെ പദ്ധതി 920 കോടിയായി വെട്ടിക്കുറച്ചുവെന്നാണ് നിയമസഭയിൽ റൂൾ. വാർത്തകൾ തുടരുന്നു. ഉമാ തോമസ് MLA ആശുപത്രി വിട്ടു. 44 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് MLA വീട്ടിലെത്തുന്നത്. നിലവിൽ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് യഥേഷ്ടം പരോൾ നൽകി സർക്കാർ. വിചാരണ കോടതി ശിക്ഷ വിധിച്ച് 10 വർഷമാകാറാകുമ്പോൾ 3 പ്രതികൾക്ക് പല ഘട്ടങ്ങളിലായി ലഭിച്ചത് 3 വർഷത്തിനടുത്ത് പരോൾ. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സിജിത്ത് എന്നിവർക്കാണ് 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത്. മറ്റു പ്രതികൾക്കും വാരിക്കോരി പരോൾ നൽകിയിട്ടുണ്ട്. KC രാമചന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068, സിജിത്തിന് 1078. 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത് ഈ 3 കുറ്റവാളികൾക്ക്. TK രജീഷിന് 940, മുഹമ്മദ് ഷാഫിക്ക് 656, കിർമാണി മനോജിന് 851 ദിവസവും പരോൾ ലഭിച്ചു. MC അനൂപിന് 900, ഷിനോജിന് 925, റഫീഖിന് 752 ദിവസം. ഇങ്ങനെയാണ് 500 ദിവസത്തിലധികം പരോൾ ലഭിച്ച 6 കുറ്റവാളികളുടെ എണ്ണം. കൊടിസുനിക്ക് 60 ദിവസത്തെ പരോളും ലഭിച്ചു. രജീഷിന് 21, ട്രൗസർ മനോജിന് 26 തവണകളായാണ് പരോൾ ലഭിച്ചത്. 21 ഘട്ടങ്ങളിലായി സിജിത്തിനും പരോൾ ലഭിച്ചു. മുഹമ്മദ് ഷാഫിക്ക് 15 തവണയും. ഇടയ്ക്കിടെ ജയിലിന് പുറത്തിറക്കുന്ന ഷാഫി വിവാഹവും കഴിച്ചു. ഷിനോജിന് 17 തവണയാണ് പരോൾ ലഭിച്ചത്. കൊടിസുനിക്ക് 3 തവണയായാണ് 60 ദിവസം പരോൾ ലഭിച്ചത്. പരോളിൽ ഇറങ്ങിയ കൊടിസുനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു. ജയിലിലും ഒട്ടേറെ തവണ സുനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പലതവണ ജയിലുകൾ മാറ്റി. പരോളിനിടെയാണ് കിർമാണി മനോജിനെ ലഹരി പാർട്ടി നടത്തിയതിന് പിടികൂടിയത്. പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലും ഗൂഢാലോചനയിലും ഉൾപ്പെട്ട സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതികൾക്കെല്ലാം പരമാവധി പരോൾ നൽകി. ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി നടത്തിയ കൊലപാതകത്തിനുള്ള പ്രത്യുപകാരമെന്നായിരുന്നു KK രമയുടെ വിമർശനം. പാർട്ടി പറഞ്ഞിട്ട് ചെയ്ത കൊലപാതകം, പാർട്ടിക്കാർക്ക് വേണ്ടി ചെയ്ത കൊലപാതകം, അവർ പറയുന്ന പേരുകൾ ഇവർക്ക് പൊള്ളും എന്ന് അറിയാവുന്നത് കൊണ്ട് അവരെ സംരക്ഷിക്കുക, അതുമാത്രമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ സമരത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത. സമരം സംബന്ധിച്ച വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം വ്യക്തിപരമാണെന്ന് ആന്റണി പെരുമ്പാവൂർ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചു. ആന്റണിയെ പിന്തുണച്ച് നടനും സംവിധായകനും നിർമ്മാതാവുമായ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു സുരേഷ് കുമാറിന്റെ നിലപാട്. സിനിമാ നികുതി, താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം എന്നിവ ഉയർത്തി പ്രഖ്യാപിച്ച സിനിമാ സമരത്തിനൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ വലിയ ഭിന്നത നിലനിൽക്കുന്നുവെന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും 100 കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ വെറും നുണക്കഥകളാണെന്നതുമടക്കം സുരേഷ് കുമാറിന്റെ ഓരോ വാക്കുകളും ആന്റണി ചോദ്യം ചെയ്യുന്നു. സിനിമാ സമരത്തിന് പിന്നിൽ മറ്റ് സംഘടനകളുടെ സമ്മർദ്ദമാണെന്നും സംഘടനയുടെ പ്രസിഡന്റായി ആന്റോ ജോസഫ് ഉണ്ടായിരിക്കെ സമരപ്രഖ്യാപനത്തിന് സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി തുറന്നടിച്ചു.
ആന്റണിയെ പിന്തുണച്ച് നടനും സംവിധായകനും നിർമ്മാതാവുമായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു. കഴിഞ്ഞ 6-നാണ് ഫെഫ്കയും ഫിയോക്കും ഉൾപ്പെടെയുള്ള ഇതര സിനിമാ സംഘടനകളുടെ കൂടി പിന്തുണ ഉറപ്പിച്ച് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചത്. താരങ്ങളുടെ പ്രതിഫലമുണ്ടാക്കുന്ന പ്രതിസന്ധിക്കൊപ്പം ജനുവരിയിലെ സിനിമയുടെ നഷ്ടക്കണക്ക് നിർമ്മാതാക്കൾ പുറത്തുവിട്ടതടക്കം ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിന് ആധാരമാണ്. സിനിമാ സമരത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാടിന് പിന്തുണയുമായി താരങ്ങൾ രംഗത്തിറങ്ങിയതോടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക പ്രതികരണമാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ ക്രൂര റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. കോളേജ് ഹോസ്റ്റലിൽ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നതും ലോഷൻ പുരട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വേദന കൊണ്ട് വിദ്യാർത്ഥി പുളയുമ്പോൾ ചിരിച്ചു രസിക്കുകയാണ് അക്രമികൾ. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷമാണ് പീഡനം. കോമ്പസ് കൊണ്ട് ശരീരത്ത് എണ്ണി മുറിവുണ്ടാക്കുന്നു. തുടർന്ന് ശരീരമാസകലം ലോഷൻ പുരട്ടുന്നു. ഞരമ്പ് നോക്കിയാണ് അക്രമികളായ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പീഡനം. 4, 5, 6, 7, 8. വേദന കൊണ്ട് പുളഞ്ഞു കരയുന്ന ഇരയായ വിദ്യാർത്ഥിയെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അക്രമം. ലോഷൻ കണ്ണിൽ വീണാൽ തുടച്ചു കളയാമെന്നാണ് അക്രമികൾ പറയുന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച ശേഷമാണ് പീഡനം. നിലവില് ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത്രയധികം വലിയ നിലവിളി ഉണ്ടായിട്ടും തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ ഒന്നും അറിഞ്ഞിട്ടില്ല. റാഗിംഗ് നടന്നോ എന്ന് എല്ലാ ദിവസവും ചോദിച്ചറിയുന്ന അധ്യാപകരും അറിഞ്ഞിട്ടില്ല. നടന്നത് ചെറിയ വീഴ്ചയൊന്നുമല്ല. കോളേജിനെതിരെയും കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്കും മർദ്ദനമേറ്റു. കൊളാവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിനാണ് ക്രൂരമർദ്ദനം ഏറ്റത്. നിലത്തിട്ട് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഒടിച്ചെന്നും വിദ്യാർത്ഥി പറയുന്നു. 5 +2 വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്നും മുഹമ്മദ് നിഹാൽ പറഞ്ഞു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ചവിട്ടി നിലത്തിട്ട് ചേട്ടാ രണ്ടെല്ലാം പൊട്ടി സ്കൂളിലെ കേസ് കൊടുത്തു. മുമ്പ് കുറേ കുട്ടികളെ ചെയ്ത് കേസെല്ലാം ആയിട്ട് സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,580 രൂപ, പവന് 52,640 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോയ്ക്ക് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ബംഗളൂരുവിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് യുവതിയുടെ സാഹസിക ഡ്രൈവിംഗ്. കഴിഞ്ഞ ദിവസം ബംഗളൂരു RT നഗറിലൂടെയായിരുന്നു യുവതിയുടെ അപകടകരമായ ഡ്രൈവിംഗ്. ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. പിന്നാലെ അപകടകരമായി ഡ്രൈവ് ചെയ്തതിന് പോലീസ് 1000 രൂപ ഫൈൻ ചുമത്തി. ഈ ദൃശ്യങ്ങളോടെ ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ?
വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനമന്ത്രി രാജിവെക്കണമെന്നാവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി AK ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. താമരശ്ശേരി, ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളോട് LDF കൺവീനർ അകലം പാലിച്ചു. മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും അത് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും TP രാമകൃഷ്ണൻ. വനമന്ത്രിയെ വഴിയിൽ തടഞ്ഞ കേസിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിൽ. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിലിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പുതറ പോലീസ്. രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അല്പസമയത്തിനകം സമാപിക്കും. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ആവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. കയ്യിൽ വിഷക്കുപ്പിയുമായി പാതിരസം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാശ്രമം. മണൽവയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരുക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരുക്കേറ്റത്. കഴിഞ്ഞ രാത്രി മൂന്നാർ വകുവരി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. മറയൂരിലേക്ക് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഡിൽജയും മകനും. സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായുള്ള പോരിൽ സ്തംഭിച്ച് നിയമസഭ. വാക്കൌട്ട് പ്രസംഗം നീണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് സ്പീക്കർ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി സഭ നടത്തിക്കൊണ്ടുപോകാമെന്ന് സ്പീക്കർ കരുതേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. തർക്കം ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സഭ സ്തംഭിച്ചത്. ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവും മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുമ്പോൾ അച്ഛനമ്മമാരുടെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണും. അവർ പഠിച്ച് മികച്ച ജോലി നേടണം, നല്ല നിലയിലെത്തണം. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ മക്കളെ നഴ്സിംഗ് പഠനത്തിനയച്ച മാതാപിതാക്കളും അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ കോളേജ് ഹോസ്റ്റലിൽ കുഞ്ഞുങ്ങൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടൊപ്പം പാറശാല CSI ലോ കോളേജിലും കാര്യവട്ടം സർക്കാർ കോളേജിലും നടന്ന റാഗിംഗ് പരാതികളും കേരളത്തിലെ ക്യാമ്പസുകളിലെ ഭീകരാവസ്ഥ തുറന്നുകാട്ടുന്നതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും കേൾക്കാൻ കഴിയും. റാഗിങ്ങിന് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരകളായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷമാണ് പീഡനം. കോമ്പസ് കൊണ്ട് ശരീരത്ത് എണ്ണി മുറിവുണ്ടാക്കുന്നു. തുടർന്ന് ശരീരമാസകലം ലോഷൻ പുരട്ടുന്നു. ഞരമ്പ് നോക്കിയാണ് അക്രമികളായ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പീഡനം.
4, 5, 6, 7, 8. ഇത് മറ്റേ കളറ്. വേദന കൊണ്ട് പുളഞ്ഞു കരയുന്ന ഇരയായ വിദ്യാർത്ഥിയെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അക്രമം. ലോഷൻ കണ്ണിൽ വീണാൽ തുടച്ചു കളയാമെന്നാണ് അക്രമികൾ പറയുന്നത്. കുക്കളൂന് ചുറ്റും ഇങ്ങനെ ഞങ്ങൾ പോട്ടറാ നിങ്ങളതായി. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച ശേഷമാണ് പീഡനം. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാണ്. ഇത്രയധികം വലിയ നിലവിളി ഉണ്ടായിട്ടും തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ ഒന്നും അറിഞ്ഞിട്ടില്ല. റാഗിംഗ് നടന്നോ എന്ന് എല്ലാ ദിവസവും ചോദിച്ചറിയുന്ന അധ്യാപകരും അറിഞ്ഞിട്ടില്ല. നടന്നത് ചെറിയ വീഴ്ചയൊന്നുമല്ല. കോളേജിനെതിരെയും കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കുറ്റവാസനയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സഹപാഠികളെ നിഷ്ഠൂരമായി മർദ്ദിക്കാനും ഉപദ്രവിക്കാനും കഴിയൂ. കോട്ടയത്ത് മാത്രമല്ല, സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ ഉയരുന്നുണ്ട്. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത് റാഗിങ്ങിൻ്റെ പേരിലെന്നാണ് പരാതി. കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. അതേസമയം റാഗിംഗ് അല്ല നടന്നതെന്നും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം പതിവാണെന്നും അധ്യാപകർ പറയുന്നു. തിരുവനന്തപുരം പാറശാല CSI ലോ കോളേജിലും കാര്യവട്ടം സർക്കാർ കോളേജിലും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ റാഗിംഗ് പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലാണ് +1 വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായി